അരേസയിലുള്ള അടിപൊളി ഷോപ്പിംഗ് മാളാണ് കേട്ടോ നമ്മളിപ്പോൾ കാണുന്നത്. അതിൻ്റെ ഫ്രണ്ട് കണ്ടോ നല്ല വെള്ളച്ചാട്ടമൊക്കെയാണ്. ഇതുപോലെ ഭയങ്കര മനോഹരമായിട്ടാണ് അതിൻ്റെ ഫ്രണ്ട് വശം തന്നെ അവർ സെറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വെള്ളത്തിൻ്റെ അവിടെ നിന്ന് മാറുന്നില്ലായിരുന്നു പിള്ളേർ. ഇതിനകത്ത് നിറച്ചും ഷോപ്പുകളാണ്. എന്ത് സാധനം വേണേലും നമുക്ക് ഇവിടുന്ന് വാങ്ങിച്ചിട്ട് പോവാം. ഈ വെള്ളം അവർ സെറ്റ് ചെയ്തേക്കുന്ന ഭയങ്കര ഭംഗിക്കായതുകൊണ്ട് കുറേ നേരം ആദ്യം അത് തന്നെ നോക്കി നിന്ന് അതിനുശേഷം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് വേണ്ട, അതായത് ചെറിയ ഷോപ്പുകളുണ്ട്, വലിയ ഷോപ്പുകളുണ്ട്, എത്ര തരത്തിലുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് മനോഹരമാണ് ഇവിടുത്തെ ഷോപ്പിംഗ് കോംപ്ലക്സ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഓരോ ഷോപ്പിംഗ് കോംപ്ലക്സിനകത്തും പല പല വെറൈറ്റികളുണ്ട്. നമുക്ക് ഇവിടെ ഉള്ള ഇറ്റലിയിലുള്ളവർ യൂഷ്വലി നമ്മുടെ വീക്കെൻഡൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിലൊക്കെ പോയി അവരവരുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കുന്നവരെയും അങ്ങനെയുള്ള വെറുതെ ചുമ്മാ ഈ ഇതിലൂടെ നടക്കാനായിട്ട് വരുന്നേക്കുന്ന ഇഷ്ടം പൊടി ആൾക്കാരെ നമുക്ക് ഇതിനകത്ത് കാണാം. നിങ്ങൾക്കിപ്പം നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് കയറിയേക്കുവാണ്. എങ്ങോട്ട് പോകണമെന്ന് കൺഫ്യൂഷൻ തോന്നത്തക്ക രീതിയിൽ ആണ് ഷോപ്പുകളുള്ളത്. പിന്നെ നമുക്ക് പർട്ടിക്കുലറായിട്ട് ഇന്ന കടയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് നടക്കാം. അതല്ലെങ്കിൽ ഇതൊരു 2 മണിക്കൂർ എടുത്താലും നമ്മളിത് ഫുള്ള് കറങ്ങിയിട്ടില്ല. അപ്പോൾ ഇതിനകത്തെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിള്ളേർക്ക് വേണ്ടിയുള്ള പ്ലേ ഗ്രൗണ്ടുകൾ, അതുപോലെ തന്നെ കളിക്കാനുള്ള സാധനങ്ങൾ, അങ്ങനെ നിരവധി സാധനങ്ങൾ ഇവർ ഇതിനകത്ത് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ഈ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് മാത്രമല്ല, അല്ലെങ്കിൽ ഷോപ്പിംഗ് മാളിൽ മാത്രമല്ല, എല്ലാ ഷോപ്പിംഗ് മാളിലും ഇവരിങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. കാരണം ഓരോരോ സെക്ഷൻ കാണും. പിള്ളേർക്ക് കുറേ സെക്ഷൻ കാണും, പിന്നെ വലിയവരുടെ സെക്ഷൻ കാണും, പിന്നെ ഈ കളിപ്പാട്ടങ്ങളുടെ സെക്ഷൻ മാത്രം കാണും, പിന്നെ കുറേ ഫുഡിൻ്റെ ഏരിയാസ് ഉണ്ടാവും. അതുപോലെ തന്നെ മക്ഡൊണാൾഡ്സ് ഉണ്ട്, പിന്നെ KFC ഉണ്ട്. അങ്ങനെ നമുക്ക് എന്താ പറയുക, ചിലപ്പം അല്ലെങ്കിൽ പിസ്സ കഴിക്കാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളതുണ്ട്. പിന്നെ റെസ്റ്റോറൻറ്റ് പ്രോപ്പർ ഇറ്റാലിയനിൽ നമുക്ക് ട്രഡീഷണൽ ഫുഡ് കഴിക്കണമെങ്കിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുണ്ട്, ഇത് പിള്ളേർക്ക് വേണ്ടി അവർ സെറ്റ് ചെയ്തേക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് നോക്ക്, കണ്ടത് മാത്രമേ ഓർമ്മയുള്ളൂ. നമ്മൾ ചോദിക്കുകയും വേണ്ട, പറയാൻ വേണ്ട, പോയി ചാടി ഇരുന്ന് കഴിഞ്ഞവർ. പിന്നെ ഇതെല്ലാം നമുക്ക് തന്നെ എന്താ പറയുക, കോയിൻസ് ഇട്ടിട്ട് നമുക്ക് തന്നെ കയറാവുന്നതാണ്. ഇവിടെ എങ്ങും ആരും ഉണ്ടാകത്തില്ല നമ്മളെ നോക്കാനൊക്കെ ആയിട്ട്. നമ്മൾ തന്നെ കോയിൻസ് ഇട്ടിട്ട് കയറുക, എൻജോയ് ചെയ്യുക. ആ കോയിൻസിൻ്റെ ഒരു ഇത്ര ടൈമിങ്സ് ഉണ്ട്, അത് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഓഫാവും. പിന്നെ നമുക്ക് തന്നെ ഇറങ്ങിപ്പോകണം. അതാണ് അത് ഭയങ്കര എൻജോയ്മെൻറ്റാണ്. അത് കാരണം മേളിലും താഴെ പോകുന്നു വലിയ കാര്യമൊന്നും ഇല്ലെങ്കിലും പക്ഷേ അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു രസമാണല്ലോ. അപ്പോൾ കുറേ സമയം നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്തു. ഇതിൻ്റെ ഒരു ബൈക്കിൻ്റെയും കാറിൻ്റെയൊക്കെ വേറെ സെക്ഷൻസ് ഉണ്ട്, അതും കൂടി ഉണ്ട്. അടുത്ത സെക്ഷനിൽ കയറി അടുത്ത കോയിൻ ഇടണം. കോയിൻ ഇടാനായിട്ട് ഇല്ലെങ്കിൽ അത് അനങ്ങത്തില്ല. അപ്പോൾ അത് കോയിൻ ഇടാനായിട്ടുള്ള ബഹളമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പുറത്തും അപ്പുറത്തും കണ്ടില്ലേ, വേറെ വേറെ പിള്ളേരൊക്കെ ഇതുപോലെ കളിക്കുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ. ഇങ്ങനെയാണ് ഇവിടുത്തെ ഇങ്ങനൊരു കാര്യം എല്ലായിടത്തും കാണും. കാരണം അല്ലെങ്കിൽ പിന്നെ പിള്ളേർക്ക് വേറെ കാര്യങ്ങൾ പ്ലേ ഗ്രൗണ്ടൊന്നും അവർ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് ബോറടിക്കില്ല. അപ്പോൾ അത് കാരണം എല്ലാ ഷോപ്പിംഗ് കോംപ്ലക്സിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ എന്തായാലും ഉണ്ടാവും. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതുവഴി പോയാൽ നമ്മുടെ പൈസകൾ ഇഷ്ടംപോലെ ഇതുപോലെ കോയിൻസൊക്കെ ആയിട്ട് പോയാൽ മതി. പൈസകൾ പോക്കറ്റിലെ കാലിയാക്കാൻ ശകല സമയം മതി. പിന്നെ എന്താ പറയുക, ഇതുപോലെ ഇങ്ങനെ ഓടി നടക്കുക അവർ. അപ്പം എല്ലാത്തിനും നല്ലതുപോലെ സ്പേസ് ഉള്ളതുകൊണ്ട് പിന്നെ അതൊരു ബുദ്ധിമുട്ടല്ല. ഇപ്പോൾ കുറച്ചൊക്കെ ഓടിയൊന്ന് നടന്നെന്ന് പറഞ്ഞാലും നമുക്ക് വലിയ ടെൻഷൻസ് ഒന്നുമില്ല. ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ തന്നെ കാണാമല്ലോ, അങ്ങനെ തിങ്ങി നിറഞ്ഞൊന്നും അല്ലല്ലോ ആൾക്കാർ ഇരിക്കുന്നത്. പിന്നെ ഈ ഒരു സെക്ഷനിൽ കുറച്ച് പിള്ളേർ കുറേ കൂടുതലും കാര്യങ്ങളും ഒക്കെ കാണും. ഒരാൾ ഇറങ്ങാൻ നോക്കിയിരിക്കും, അടുത്തയാൾ കയറാനേ ഉള്ളൂ. പൊതുവെ ഇവിടെ അങ്ങനെ നല്ല സ്പേസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഒത്തിരി കൺജസ്റ്റഡ് ആയിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യുകയില്ല കേട്ടോ. പിന്നെ എല്ലായിടത്തും നമുക്ക് ഓഫർ എഴുതിയിട്ടേക്കുന്നത് കാണാം. അപ്പോൾ ഡ്രസ്സിൻ്റെ ആണെങ്കിലും എല്ലാ കടകളിലും നമുക്ക് ഓഫറുകൾ കാണാം. ഇവിടെ സീസൺ അനുസരിച്ച് ഓരോ സാധനങ്ങൾക്ക് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പിള്ളേരുടെ വേറൊരു സെക്ഷനാണ് ഈ സ്ലൈഡ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ. ഇവിടെയൊക്കെ ഒത്തിരി പിള്ളേരുണ്ട്. ഇതൊക്കെ കുറച്ച് വലിയ പിള്ളേരുടെ ഏരിയയാണ്. എന്താ പറയുക, തീരെ ചെറിയ
പിള്ളേർക്ക് ഇവിടെ എഴുതിയിട്ടുണ്ടാവും ഏജ്, എത്ര പേർക്ക് കയറാം, എത്ര വയസ്സ് വരെ കയറാം എന്നൊക്കെ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മളിവരെ കയറ്റാനായിട്ട്. അതല്ലെന്നുണ്ടെങ്കിൽ ചെറിയ പിള്ളേരുടെ ഇതിൽ എന്താ പറയുക, ഒത്തിരി വലിയ പിള്ളേരുടെ ഇതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ചെറിയ ആൾക്കാർക്ക് അത് ഭയങ്കര ചിലപ്പം വേദനയൊക്കെ എടുക്കാം. ഒത്തിരി ഹൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പം നമ്മൾ അവർ പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് നമ്മൾ ചെയ്തില്ലെങ്കിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പം എല്ലായിടത്തും എഴുതിയേക്കുന്ന ഇൻസ്ട്രക്ഷൻസ് നോക്കിയിട്ട് വേണം നമ്മൾ പിള്ളേരെ കയറ്റാനായിട്ട്. അപ്പം എല്ലായിടത്തും നമുക്ക് നോക്കുമ്പോൾ അറിയാം പേരൻസ് കൂടെയുണ്ട്. കാരണം ഇവിടെ ഇതിനകത്ത് ഇൻറ്റേർണൽ ആയിട്ടുള്ള ആൾക്കാരൊന്നുമില്ല അവരെ നോക്കാനായിട്ട്. അപ്പം നമ്മൾ തന്നെ വേണം അവരെ ശ്രദ്ധിക്കാനായിട്ട്. പിള്ളേരായതുകൊണ്ട് അവരെ തന്നെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ എന്താ പറയുക, വഴക്കുകളും അല്ലെങ്കിൽ ഇതുപോലെ ഒരാൾ കയറുമ്പോൾ വേറൊരാൾ ഇറങ്ങുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അതുകൊണ്ട് എപ്പോഴും പേരൻസ് ആരെങ്കിലുമൊക്കെ ഇവരുടെ കൂട്ടത്തിലുള്ള ഉണ്ടാവും എപ്പോഴും. പിന്നെ നമ്മൾ ഇവിടെ കുറേ സമയം ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ വീട്ടിൽ പോകാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ.